നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുങ്കുമം സൂക്ഷ്മശക്തിയുടെ ചിഹ്നം എന്നുള്ള അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കുങ്കുമം ധരിക്കുന്നത് കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെയേറെ പ്രയോജനങ്ങളുണ്ട്. നമ്മൾ ധരിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ധരിച്ചാൽ വളരെയേറെ അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ആ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത്. കുങ്കുമം എന്നത് ശക്തിയെ സൂചിപ്പിക്കുന്ന ദേവിയുടെ തത്വമാണ്. ഒരു ചെറിയ ചുവന്ന ബിന്ദു, പക്ഷെ അതിനുള്ളിൽ ശക്തിയുടെ അനന്തമായിട്ടുള്ള ദിവ്യ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. നാം കുറിയായിട്ട് തൊടുന്നതും സ്ത്രീകൾ സിന്ദൂര രേഖയിൽ തൊടുന്നതും എല്ലാം അതിന്റെ പ്രതീകമാണ്. ആ ശക്തിയുടെ ലഭ്യതയ്ക്ക് വേണ്ടിയാണ് നാം ഇതൊക്കെ തൊടുന്നത്. സ്ത്രീയുടെ നെറ്റിയിലും തിളങ്ങുന്ന ദൈവീക അടയാളം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശക്തിയുടെയും ഭക്തിയുടെയും ദേവീ തത്വത്തിന്റെയും പ്രതീകമായിട്ടുള്ള കുങ്കുമത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ്. കുങ്കുമം എന്നത് വെറും ഒരു അലങ്കാരത്തിന് ഉപയോഗിക്കുന്നതല്ല, ഭംഗിക്ക് ഉപയോഗിക്കുന്നതല്ല, സൗന്ദര്യവർദ്ധക വസ്തുവല്ല. കുങ്കുമം ദേവിയുടെ സ്വരൂപം തന്നെയാണ്. അതിന്റെ ചുവന്ന നിറവും ആ വൃത്താകൃതിയുമൊക്കെ മഹാമായയുടെ തത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. കുങ്കുമം നെറ്റിയുടെ മധ്യത്തിലോ പുരിക മധ്യത്തിലോ ആണ് തൊടേണ്ടത്. സ്ഥൂലമായിട്ടുള്ള ഒരു ശരീരത്തിനുള്ളിൽ സൂക്ഷ്മ ബിന്ദുവിന്റെ രൂപത്തിൽ നിലകൊള്ളുന്ന ആത്മശക്തിയെ സൂചിപ്പിക്കാനാണ് ഇത് ധരിക്കുന്നത്. ഈ ചെറിയ വൃത്താകാരത്തിലുള്ള ബിന്ദു അത് എല്ലാത്തിനെയും നയിക്കുന്ന ശക്തിയുടെ സ്മരണയാണ്. നമുക്ക് കുങ്കുമം തൊടേണ്ട വിധം ഒന്ന് പരിശോധിക്കാം. കുങ്കുമം നടുവിരൽ കൊണ്ടാണ് തൊടേണ്ടത്. കാരണം നടുവിരൽ സമത്വത്തിന്റെ സൂചനയാണ്. അതിർത്തികൾ കടക്കാതെ ശക്തിയെ നിയന്ത്രിക്കുന്ന ഒരു സങ്കല്പം. ഇനി കുങ്കുമത്തോടൊപ്പം ചന്ദനം, ഭസ്മം എന്നിവയൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു തത്വം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിക്കാം. കുങ്കുമവും ചന്ദനവും ചേർത്താൽ അത് വൈഷ്ണവ ശക്തിയുടെ പ്രതീകമാണ്. കുങ്കുമവും ഭസ്മവും ചേർക്കുമ്പോൾ അത് ശിവശക്തിയുടെ പ്രതീകമാണ്. കുങ്കുമവും ചന്ദനവും ഭസ്മവും ഒന്നിച്ചു ചേർക്കുമ്പോൾ അത് ത്രിപുര സുന്ദരി തത്വത്തെ വിളിച്ചോതുന്നു. ഇവിടെ വിഭാഗഭേദമല്ല, ഏകത്വമാണ് പ്രധാനം. ചില ഗ്രഹങ്ങളുടെയൊക്കെ ദശാകാലങ്ങളിൽ ഈ കുങ്കുമം നിത്യം ധരിക്കുന്നത് വളരെയേറെ ഗുണപ്രദമാണ്. ആ ദശകളുടെ നല്ല ഫലങ്ങളെയും കൂടുതലായിട്ട് ലഭിക്കുന്നതിനുമൊക്കെ അത് സഹായിക്കും. ചന്ദ്രൻ, ചൊവ്വ, ശുക്രൻ, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാ അപഹാര കാലങ്ങളിൽ കുങ്കുമം നിത്യം ധരിക്കുന്നത് വളരെയേറെ വിശേഷ ഫലത്തെ നൽകും. ഇപ്രകാരം ധരിക്കുമ്പോൾ അതാത് ഗ്രഹങ്ങളുടെ അതിദേവതകളുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ധരിക്കുന്നത് അതിവിശേഷമായിട്ടുള്ള ഫലത്തെ നൽകും. അതായത് ചന്ദ്രനാണെങ്കിൽ ദുർഗാ ഭഗവതി ഓം ഹ്രീം ദും ദുർഗായ നമ, ചൊവ്വയാണെങ്കിൽ ഓം ഭദ്രകാളിയെ നമ, ശുക്രനാണെങ്കിൽ ഓം മഹാലക്ഷ്മി നമ, കേതുവാണ് എന്നുണ്ടെങ്കിൽ ഓം ചാമുണ്ടായ നമ. ഇത് ലളിതമായിട്ടുള്ള മന്ത്രമാണ് പറഞ്ഞത്. കൂടുതൽ മന്ത്രങ്ങൾ അറിയാവുന്നവർക്ക് അതും ജപിക്കാം. കുങ്കുമാർച്ചന നടത്തുന്നതും വളരെ വിശേഷമാണ്. കുങ്കുമാർച്ചന, കുങ്കുമാഭിഷേകം ഇവയൊക്കെ വളരെ വിശേഷ ഫലത്തെ നൽകുന്നതാണ്. ദേവീക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചനയോ കുങ്കുമാഭിഷേകമോ നടത്തി ആ കുങ്കുമം കൊണ്ട് നിത്യം തിലകം ധരിക്കുന്നത് വളരെയേറെ വിശേഷ ഫലത്തെ നൽകും. അത് ദേവീ സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷ ചിഹ്നമാണ്. എല്ലാവരും നേരിടുന്ന ഒരു കാര്യമാണ് ദൃഷ്ടിദോഷം, അതേപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ്. ഇതൊക്കെ നെറ്റിയിൽ ആർക്കും തിലകം തൊടാം. അത് ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും സഹായിക്കും. കൂടാതെ ഐശ്വര്യവും ശാന്തിയും ഉണ്ടാകുന്നതിന് അത് സഹായകരമാണ്. സ്ത്രീകൾ വിശേഷമായി സീമന്തരേഖയിൽ കുങ്കുമം ധരിക്കാറുണ്ട്. അതിന്റെ പ്രാധാന്യം നമുക്കൊന്ന് പരിശോധിക്കാം. സീമന്തരേഖയിൽ സുമംഗലികളായിട്ടുള്ളവർ മാത്രമേ സിന്ദൂരം ധരിക്കാറുള്ളൂ. അതായത് ഭർത്തൃമതികളായിട്ടുള്ളവർ, അതായത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ. മുടി പതുത്ത് അതിന്റെ നടുവശത്തായി നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ ഉച്ചി വരെയുള്ള ഭാഗത്തിനാണ് സീമന്തരേഖ എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് കുങ്കുമം അണിയുന്നത്. സീമ എന്നത് പരിധി എന്നാണ് അർത്ഥം. സീമന്തം എന്നാൽ പരിധിയുടെ അവസാനം എന്നും. ജീവാത്മാവ് എന്ന ശക്തി ചൈതന്യത്തിന്റെ പരിധി അവസാനിക്കുന്നത് പരമാത്മാവിലാണ്. ശിരോമധ്യം എന്നുള്ളത് പരമാത്മാവിന്റെ വാസസ്ഥാനമാണ്. അതായത് കുണ്ടലിനി ശക്തിയുടെ ഉറവിടം അല്ലെങ്കിൽ ഇരിപ്പിടം. ഒരു ചെറു ചുവന്ന ബിന്ദു, പക്ഷെ അതിൽ അഗ്നിയും കരുണയും മാതൃത്വവും മഹാശക്തിയും ഒക്കെ സമ്മേളിച്ച് നിൽക്കുന്നു. കുങ്കുമം ഇപ്രകാരം സീമന്തരേഖയിൽ ചേർത്തുന്നത് സ്ത്രീക്ക് അലങ്കാരം മാത്രമല്ല, അത് ദേവിയുടെ സാക്ഷാത്കാരം കൂടിയാണ്. പരമാത്മാവിലേക്കുള്ള ലയനം തന്നെയാണ്. കുങ്കുമത്തിന്റെ സാരാംശം നമുക്കൊന്ന് പരിശോധിക്കാം. കുങ്കുമം എന്നത് ഒരു ചിഹ്നമാണ്.
ശക്തിയുടെ, ശ്രദ്ധയുടെ, ശുദ്ധിയുടെ ഒക്കെ ചിഹ്നമാണ്. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നെറ്റിയിൽ കുങ്കുമം അണിയുമ്പോൾ നാം ദേവിയെ വിളിച്ച് വരുത്തുകയാണ്. കടകളിൽ നിന്ന് കിട്ടുന്ന രാസപദാർത്ഥങ്ങൾ ചേർന്ന കുങ്കുമം ധരിക്കാതിരിക്കുക. മഞ്ഞൾ ഉൾപ്പെടെയുള്ള പ്രകൃതിജന്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച യഥാർത്ഥ കുങ്കുമം മാത്രം ധരിക്കുക. ഇന്നത്തെ നമ്മുടെ ആത്മീയ സന്ദേശം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. എല്ലാവർക്കും ദേവിയുടെ കൃപ ലഭിക്കട്ടെ. ഓം നമോ മൂകാംബികേ സർവാനുഗ്രഹദായികേ നിത്യം ദേവി നമോസ്തുതേ. സർവം ശ്രീ മൂകാംബിക അർപ്പണമസ്തു. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദി, നമസ്കാരം, ശുഭദിനം.